PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ CPM-ലെ മറ്റ് നേതാക്കൾക്കും പങ്ക്. ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന 2 പേർക്ക് കൂടി പങ്കുണ്ടെന്ന് CPM കോഴിക്കോട് ജില്ലാ നേതൃത്വം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇവർക്കെതിരെയും നടപടിയുണ്ടാകും. PSC അംഗത്വം ലഭിക്കാതെ വന്നപ്പോൾ ആയുഷ് DMO ആക്കാമെന്നാണ് വാഗ്ദാനം നൽകിയത്. ശ്രീത്തിന്റെ വിവരങ്ങളുമായി ശ്രീത്ത്, ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരികയാണല്ലോ. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല പങ്ക് എന്നാണോ? എന്താണിപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, കോഴിക്കോട് സൗത്ത് ഏരിയ കമ്മിറ്റിയുടെ സെന്ററിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട യുവജന നേതാവാണ് ഈ ഡോക്ടറിൽ നിന്ന് PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റത്. 60 ലക്ഷം രൂപയ്ക്ക് ഇടപാട് ഉറപ്പിച്ച ശേഷം 22 ലക്ഷം രൂപ ഒന്നാം ഘട്ടമായി വാങ്ങി എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതി. CPM ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് ഈ ഡോക്ടറുടെ അടുത്ത ബന്ധുവായ ഒരു യുവാവാണ്. അദ്ദേഹമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPM നേതൃത്വവുമായി ചർച്ചകളും മറ്റും നടത്തി വരുന്നത്. ഈ പരാതിയിൽ പറയുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ CPM ജില്ലാ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്ന പ്രാഥമിക നിഗമനം ഈ കോഴിക്കോട്ടെ കോട്ടളി സ്വദേശിയായ യുവജന നേതാവിന് മാത്രമല്ല ഈ കോഴ ഇടപാടിൽ പങ്കുള്ളത്, മറിച്ച് ഏരിയ കമ്മിറ്റിയിലെ മറ്റ് 2 അംഗങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ സംസ്ഥാന ജില്ലാ നേതൃത്വം നൽകുന്നത്. ഈ നേതാക്കൾ ആരൊക്കെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇവർക്കെതിരെ കൂടി നാളെ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് ജില്ലാ നേതൃത്വത്തിൽ ലഭിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് നടപടി ഉറപ്പായിരിക്കുന്നു. അത് ഒരാൾക്കെതിരെ മാത്രമല്ല, മറ്റ് 2 പേർ കൂടി നടപടി ഉണ്ടാകുമായിരുന്നു. ഈ പ്രധാനപ്പെട്ട ആരോപണത്തിൽ കോഴ ഇടപാടിൽ മുഖ്യകന്യായി പ്രവർത്തിച്ച് പണം കൈപ്പറ്റിയ യുവജന നേതാവ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുപ്പക്കാരാണ്. ജില്ലയിൽ മുഹമ്മദ് റിയാസ് ഇടപെട്ട് നേരിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ഇയാൾ. അതാണ് ഈ ആരോപണം പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിക്കാൻ കാരണം. എന്തായാലും റിയാസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പണം കൈപ്പറ്റത്. PSC അംഗത്വം നഷ്ടമായപ്പോൾ ഈ ഡോക്ടറും കുടുംബവും പരാതിപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഈ ആയുർവേദ അലോപ്പതി അല്ലാത്ത ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ പ്രവർത്തിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിന് ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ DMO ആയിട്ടുള്ള പദവി വാങ്ങിക്കൊടുക്കാം എന്ന ഉറപ്പാണ് PSC അംഗത്വം നഷ്ടപ്പെട്ടപ്പോൾ നൽകിയത്. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി മറ്റു വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ ആരോപണവുമായി കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. ശ്രീത്ത്, ഇപ്പോൾ ഇത് എപ്പോൾ നടന്നതാണ് സംഭവം എന്ന് കൂടി അറിയേണ്ടതുണ്ടല്ലോ. എപ്പോഴാണ് ഈ വാഗ്ദാനം നൽകുകയും പണം പറ്റുകയും ചെയ്തിട്ടുള്ളത്? ഇതിപ്പോൾ വാർത്തയായ ഘട്ടത്തിലാണോ പാർട്ടി ഒരു നടപടിയിലേക്കും ആലോചനകളിലേക്കും കടക്കുന്നത്? ഈ ശബ്ദരേഖ അടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിലാണോ? ഈ 2 മാസത്തിനിടയ്ക്ക് നടന്ന ഇടപാടാണ് ഇതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ പരാതിക്കാരന്റെ ബന്ധുവാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് CPM നേതൃത്വവുമായി ചർച്ചകളും മറ്റും നടത്തി വരുന്നത്. അദ്ദേഹത്തെ ബന്ധപ്പെടുമ്പോൾ ഈ വിവരം നമുക്ക് കൃത്യമായി ലഭിക്കുന്നില്ല. എന്തായാലും ഈ 2 മാസത്തിനിടയ്ക്ക് നടന്ന ഇടപാടാണ്. ഇവർ ഡോക്ടറെ PSC അംഗത്വത്തിന്റെ ഒഴിവുകൾ ചൂണ്ടിക്കാണിച്ച് ആ അംഗത്വത്തിലേക്ക് പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകി. അതിനായി അവർ ചൂണ്ടിക്കാണിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി ഈ PSC അംഗത്വം ഉറപ്പാക്കി തരാം, റിയാസും തങ്ങളുമായിട്ടുള്ള ബന്ധം, ഈ കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ഈ ഡോക്ടറെയും കുടുംബത്തെ വിശ്വസിച്ചത്. ഡോക്ടർ പാർട്ടി അംഗമല്ല, എന്നാൽ പാർട്ടിക്ക് ഏറ്റവും അടുപ്പമുള്ള കോഴിക്കോട്ടെ കുടുംബങ്ങൾ ഒന്നാണ് ഈ ഡോക്ടറുടെ കുടുംബം. അങ്ങനെ കോഴിക്കോട് സൗത്ത് ഏരിയ കമ്മിറ്റിക്ക് പരിധിയിൽ വരുന്ന മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു കുടുംബമാണിത്. അപ്പോൾ ഈ കുടുംബത്തിനെ അത്തരത്തിൽ വിശ്വസിപ്പിച്ചാണ് അവർ ഈ പണം കൈപ്പറ്റിയത്. 60 ലക്ഷം രൂപയിൽ 22 ലക്ഷം രൂപ ഒന്നാം ഘട്ടമായി കൈപ്പറ്റി. എന്നാൽ PSC അംഗത്വത്തിലേക്കുള്ള ഒഴിവുകൾ നികത്തുന്ന കാര്യം വന്നപ്പോൾ ഡോക്ടറെ പരിഗണിച്ചില്ല എന്ന കാര്യം വ്യക്തമായി. ഇതേ തുടർന്നാണ് ഡോക്ടറുടെ ഭാര്യ മറ്റു ചില പാർട്ടി നേതാക്കന്മാരുമായി ഇക്കാര്യം പറഞ്ഞത്. അങ്ങനെ കോട്ടളി ലോക്കൽ കമ്മിറ്റി തന്നെ ഈ പരാതി ശ്രദ്ധയിൽപ്പെടുത്തി. ഒപ്പം തന്നെ ഡോക്ടറുടെ ബന്ധുവിന്റെ പേരിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ശ്രീത്ത്, ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനോട് സംസാരിക്കുമ്പോൾ ആരോപണ വിധേയനെതിരെ നടപടി വേണം എന്ന് തന്നെയാണ് ശ്രീത്തിനോട് പറഞ്ഞത്. പക്ഷേ പരസ്യമായി അദ്ദേഹം അത് പ്രതികരിക്കുന്നുമില്ല. മാധ്യമങ്ങളോട് ചോദ്യത്തിന് കൃത്യമായി മറുപടി പോലും നൽകിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? എന്നോടും അദ്ദേഹം പരാതിയിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ആ പരാതിയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ വളരെ വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹം അത് പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറല്ല, അത് കോട്ട് ചെയ്തുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും മുഹമ്മദ് റിയാസ് കൂടി ഈ കാര്യത്തിൽ ഈ പരാതിന്മേൽ കർശനമായ നടപടി വേണമെന്ന കാര്യത്തിൽ ഈ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചാൽ ഇല്ലെങ്കിലും അത് 100% സ്ഥിരീകരിക്കാവുന്ന വിഷയമാണ്. കാരണം മുഹമ്മദ് റിയാസിന്റെ പ്രതിച്ഛായ കൂടി കളങ്കമേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. റിയാസ് വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ റിയാസ് സ്വന്തം അനുയായി ബന്ധമെന്ന നിലയ്ക്ക് ഏരിയയിലും മറ്റുമുള്ള യുവജന നേതാക്കളെ, ഡിവൈഎസ്പി നേതാക്കളെ പാർട്ടിയുടെ ഏരിയ തലത്തിലും മറ്റും ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിലൊരാൾ തന്നെ ചതിച്ചു. അങ്ങനെ ചതിക്കപ്പെട്ടു. ആ ചതിയുടെ ആഘാതത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് കർശനമായ നടപടി ആവശ്യപ്പെട്ടതെന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, ശ്രീത്താണ് പുതിയ വിവരങ്ങൾ കൂടി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട്ടെ CPM-ൽ കോഴ ആരോപണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചില്ല. ചോദ്യങ്ങൾക്കെല്ലാം അറിയില്ല എന്ന് മാത്രമായിരുന്നു മന്ത്രിയുടെ മറുപടി.
അറിയില്ല മിനിസ്റ്ററുടെ പേരും കേൾക്കുന്നുണ്ടോ അതിനകത്ത്? അറിയില്ല എന്താന്നറിയില്ല. വേറെ അറിയില്ല എന്ന് പറഞ്ഞില്ല. വിഷയം അറിയില്ല. വേറെന്തെങ്കിലും ഉണ്ടോ? വേറെന്തെങ്കിലും രാഷ്ട്രീയ കാര്യം ഉണ്ടെങ്കിൽ പറയാമോ? ഇല്ലെങ്കിൽ